Good morning to all of you. Today we are going to talk about constitutional provisions regarding customs law. All the enactments enacted by the Parliament should have its source in the Constitution of India. The power for enacting the law is conferred on the Parliament and on the legislature of a state by Article 245 of the Constitution. പാർലമെൻറ്റിൽ നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമനിർമ്മാണം നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ അഥവാ ഒരു സ്റ്റേറ്റിൻ്റെ നിയമസഭയിൽ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 245 ആർട്ടിക്കിളിനെ അടിസ്ഥാനപ്പെടുത്തിയുമാണ്. 245 ആർട്ടിക്കിളിൽ ഇപ്രകാരമാണ് പറയുക: Subject to the provisions of this Constitution, Parliament may make laws for the whole or any part of the territory of India, and the legislature of a state may make laws for the whole or any part of the state. അതായത് 245 ആർട്ടിക്കിൾ അനുസരിച്ച് ഒരു പാർലമെൻറ്റിന് ഒരു രാജ്യത്തിന് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഒരു നിയമം നിർമ്മിക്കുവാനും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന് മുഴുവനുമായോ സ്റ്റേറ്റിന് ഭാഗികമായോ ഒരു നിയമം നിർമ്മിച്ച് നടപ്പിലാക്കാനുമുള്ള അവകാശമുണ്ട് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 246 ആർട്ടിക്കിൾ നിയമനിർമ്മാണം നടത്തുന്ന ആ നിയമത്തിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുക. Article 246 governs the subject matter of the laws made by the Parliament and by the legislature of states. The matters are listed in the 7th schedule to the Constitution. ഈ സബ്ജക്റ്റ് മാറ്റർ എന്താണെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുക. The 7th schedule is classified into 3 lists as follows. List 1 referred as Union List. List 2 referred as State List. List 3 referred as the Concurrent List. First one is List 1 referred as Union List. ഈ ലിസ്റ്റ് അനുസരിച്ച് പാർലമെൻറ്റിൽ ഒരു നിയമം നടപ്പിലാക്കുവാനുള്ള ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ്.
അതിൽ കസ്റ്റംസ് ഡ്യൂട്ടിയെ പറ്റി അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ നൽകുന്ന യൂണിയൻ ലിസ്റ്റിൻ്റെ ഐറ്റം 83 ആണ്. യൂണിയൻ ലിസ്റ്റിലെ 83 എൻട്രി അനുസരിച്ചാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതിനുള്ള പവർ നൽകിയിരിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റ് അനുസരിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ നിയമനിർമ്മാണ സഭയ്ക്ക് ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താം എന്നുള്ളതാണ്. ദിസ് ലിസ്റ്റ് enumerates the matters in respect of which the legislature of any state has an exclusive right to make laws. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിന് വിധേയമായിട്ടും ലെജിസ്ലേച്ചറിന് വിധേയമായിട്ടും വ്യത്യസ്ത നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അവകാശമാണ്. This list enumerates the matters in respect of which both the Parliament and subject to List 1, legislature of any state have powers to make laws. ഇങ്ങനെ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പരാമർശിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്ത് അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക. കസ്റ്റംസ് ഡ്യൂട്ടി പ്രധാനമായും ചാർജ് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനും എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനും എന്നുള്ള രീതിയിലാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ചാർജ് ചെയ്യുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നാണ് പറയുക. ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ പരിധിയിൽ വരുന്നതാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, BCD, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് IGST, സോഷ്യൽ വെൽഫെയർ സർചാർജ് SWS. എന്നാൽ എക്സ്പോർട്ട് ഗുഡ്സിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി മാത്രമാണ് വരിക. അത് 100% എക്സംപ്റ്റ് എന്ന കാറ്റഗറിയിലാണ് വരിക. ലെവി ഓഫ് കസ്റ്റംസ് bifurcated for import and export. In case of import, it involves import duty. They cover the following: BCD, IGST, and SWS. In the category of export, it involves only the basic customs duty. Act governing customs. Customs Act 1962, Customs Tariff Act 1975. This act provides the following: First schedule, goods liable for import duty. Second schedule, goods liable for export duty. Under the Customs Act 1962, customs duty is an indirect tax. ആർട്ടിക്കിൾ 265 അനുസരിച്ച് നിയമത്തിൻ്റെ പരിരക്ഷയില്ലാതെ യാതൊരു ടാക്സും ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.
ആയതിനാൽ കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുക 2 ആക്റ്റുകൾക്ക് വിധേയമായിട്ടാണ്. The Customs Act 1962 and Customs Tariff Act 1975. The Article 265 of India's Constitution provides that no tax shall be levied or collected except by authority of law. The Customs Act 1962 and the Customs Tariff Act 1975 are the two primary statutes that govern the entry and exit of goods into or from the country. The object of Customs Act 1962, which extends to the whole of India, is to levy and collect duties, regulation of import and export, prevention of illegal activities such as smuggling, protection of domestic trades, and to encourage and conserve foreign exchange. Customs are administered by Central Board of Indirect Taxes and Customs, CBIC. The CBIC is the nodal national agency responsible for administering customs, GST, central excise, service tax and narcotics in India.